മനസ്സിനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മേ. എന്നാലും നിന്റെ പ്ലാൻ കൊള്ളാവിടി. ഭയങ്കര ബുദ്ധി തന്നെ. എന്റെ പ്ലാനാണോ ഇത്? അമ്മയുടെ പ്ലാൻ അല്ലേ? എന്നിട്ട് ഭയങ്കര അഭിനയം. അച്ഛൻ പറയാതെ തന്നെ രവിയേട്ടൻ കമ്പനി കാര്യങ്ങളിലൊക്കെ മുന്നിട്ടിറങ്ങണം. അച്ഛന് വലിയ സന്തോഷവും. പറ്റിയ അടുത്ത ദിവസം തന്നെ ഒന്ന് എറണാകുളത്ത് പോണം. എന്നാലും ബുദ്ധി കുറവുള്ള ഒരു കുട്ടിയെ പെട്ടെന്നൊരാൾ ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നതിൽ ഒരു ശരിയടില്ലേ? അപ്പോ ഞാൻ ഇറങ്ങട്ടെ മെമ്പറെ. ഒരുപാട് നേരം എന്നെ കാണാതിരുന്ന കുട്ടിമണി വിഷമിക്കും. അയ്യോടാ, ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു ചെറിയ യാത്ര. ആ, സന്തോഷമായിട്ട് പോയിട്ടോ. ശരി. വേണ്ട. എവിടുന്ന് കിട്ടിയ അണ്ണാച്ചിയെ? ഓ അതോ, ചായക്കടന്ന് കൂടിയ ബാധയാ. ഒരു ഒഴിയാബാധ ആവാതെ സൂക്ഷിച്ചോ. അത്ര നല്ല പുള്ളിയല്ലെന്നാ ബാലേട്ടൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു പരിചയം, അത്രേ ഉള്ളൂ സീതെടുത്തി. നടന്നു വന്നപ്പം ഭയങ്കര ദാഹം. മതിയുടെ മുഖം കണ്ടപ്പോ എന്തോ പറയാനുണ്ടെന്ന് തോന്നി, അതാ വന്നത്. നിനക്കത് തോന്നണം. മതികലയുടെ മനസ്സ് വായിക്കുന്നവനാവണം മനസ്സിജൻ. അതെ, രവിയേട്ടൻ ഇന്ന് അച്ഛൻ്റെ കൂടെ എറണാകുളത്തിന് പോവാ. 2 ദിവസം കഴിഞ്ഞേ വരും. അതിന് ഹരിനാമകീർത്തനം ജപിക്കണമെന്ന്. രാത്രി ഞാൻ നിന്റെ മുറിയിലേക്ക് വരും. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അയ്യോ മതി, അത് വേണ്ട. എന്താ നിനക്ക് വേണ്ടാത്തത്? എന്നെ വേണ്ടെന്നാണോ? മതി പ്ലീസ്, അതൊന്നുമല്ല. പിന്നെ അത് റിസ്കാ മതി, അതാ. റിസ്ക്? ജീവിതം കൊണ്ട് റിസ്ക് എടുത്തിരിക്കുന്നവളാ മതികല. എന്നെ ഒരു രാത്രിയിലെ റിസ്കിനെ പറ്റി പറഞ്ഞ് വിരട്ടരുത്. ഞാൻ പറയും, നീ അനുസരിക്കും. അതാണ് നമുക്കിടയിലെ കണ്ടീഷൻ. അതിന് മാറ്റമില്ല ഒരിക്കലും. മനസ്സിലായോ? അപ്പോ രാത്രി മതി. ഇത് കഴിച്ചിട്ട് പോ. മോളിപ്പോ കഴിക്കും. സിജനും കഴിക്കണ്ടേ? നോക്കണേ, ഇവളെ കൊണ്ട് സിജൻ പൊറുതി മുട്ടും. സ്നേഹം കൂടുന്നതിനനുസരിച്ച് കുട്ടിമണിയുടെ കൊഞ്ചലും കൂടും. കൊഞ്ചട്ടെ പാലുണ്ട. പെണ്ണിന് ചുമ്മാ പുതുക്കം. പണ്ട് അച്യുതം വളം വെച്ച്, ഇപ്പൊ കെട്ടിയോനും. അവളുടെ ഇഷ്ടം കൊണ്ടല്ലേ? അതേ വന്ന് വഞ്ചി പിന്നെയും തരുന്ന കര തന്നെ. ഇത്രയും പേര് സപ്പോർട്ടുള്ളപ്പോ പെണ്ണിന് പിന്നെ ധൈര്യമായിട്ട് കൊഞ്ചിക്കൂടെ? എനിക്ക് ചോറ് താ മനസ്സിലാ. ചോറ് താ. അയ്യോ, എന്ത് പറ്റി കലമോളെ? എന്താന്നറിയില്ല സീതെടുത്തി, വിശപ്പില്ല. രവി ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമമാ കലമോൾക്ക്. കുട്ടിമണി നല്ല സുന്ദരിയാ അല്ലേ മനസ്സിജ?
മതി. എന്താ എന്തു പറ്റി? പറ്റി മാറങ്ങോട്ടു. എത്ര തവണ വിളിക്കണം നിന്നെ ഞാൻ? മതി, ഞാൻ സത്യമായിട്ട് ഉറങ്ങിപ്പോയി, കേട്ടില്ല. കേക്കത്തില്ലല്ലോ, സുന്ദരി കോതയല്ലേ ഒപ്പം കിടക്കുന്നേ. മതി, ഞാനിവിടെ തറയില്. നീ വാ, എനിക്ക് സംസാരിക്കാനുണ്ട്. എവിടെ? പുറത്ത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ. വേണ്ട മതി, അത് അപകടമാണ്. ഇത്തരം അപകടങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? മതി പ്ലീസ്. എന്റെ സ്വഭാവം മാറ്റണോ? വരാനാ പറഞ്ഞ്. മതി. ഇതൊക്കെയാ ഞാൻ ആശിച്ചിട്ടുള്ളത്, ഇതൊക്കെയാ ഞാൻ കൊതിച്ചിട്ടുള്ളത്. എന്റെയാ നീ, എന്റേത് മാത്രം. പക്ഷേ എന്ത് പക്ഷേ? നിന്റേത് തന്നെയാ ഞാൻ ജീവിക്കുന്നത് നിനക്ക് വേണ്ടിയില്ലേ മതി. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നില്ലേ? നീ ചൂണ്ടിക്കാണിച്ചെന്ന് ഞാൻ കിട്ടിയില്ലേ? അവളുടെ മുറിയിൽ വെറും തറയിൽ ഞാൻ കിടക്കുന്നില്ലേ? ഓ, അത് നിനക്ക് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ? എന്ത്? അവളുടെ ഒപ്പം കിടന്നുറങ്ങാൻ പറ്റാത്തത്. അയ്യോ, എന്നല്ല എന്റെ പൊന്നു മതി. നീ പറയുന്നതൊക്കെ വള്ളി പുള്ളി തെറ്റാതെ ഞാൻ അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതാ. എന്നോടുള്ള അനുസരണ നിന്നെ അസ്വസ്ഥതപ്പെടുത്തി തുടങ്ങിയോ? മനസ്സിലായില്ല. അല്ല, എന്നെക്കാളും ഭേദം ആണെന്ന് തോന്നി തുടങ്ങിയോ? നീ എന്താ എന്നെ ഒട്ടും മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നേ? നെഞ്ചു കയറി ചങ്കെടുത്ത് തന്നാലും നല്ല ചെമ്പരത്തി പോകുന്നു പറഞ്ഞോണം. അതല്ല കുട്ടിമണി, എനിക്ക് വലിയ അസ്വസ്ഥതയാണ്. എനിക്ക് വലിയൊരു ഭീതിയാ, നിന്നെ അവൾ എന്നിൽ നിന്നും തട്ടിയെടുക്കുമോന്ന്. നിനക്കെന്താ ഭ്രാന്തുണ്ടോ മതി? ഞാൻ എന്ത് കണ്ട അവളെ ഇഷ്ടപ്പെടാനാ? സൗന്ദര്യം അതുണ്ടല്ലോ അവൾക്ക് ആവശ്യത്തിലേറെ. അവളുടെ മുടിയും കണ്ണുകളും നിറവും കൊഞ്ചലും. നിന്റെ നുള്ളി തിന്നാനുള്ള സ്നേഹം ഉണ്ടല്ലോ അവൾക്ക്. എന്താ അത്രയും പോരെ? നീയാണെങ്കിൽ തലതോർത്തി കൊടുക്കാനും ഉരുള ഉരുട്ടി ഊട്ടാനും ഒക്കെ നിൽക്കുമല്ലേ? എന്റെ മതി, അതൊക്കെ എന്റെ ഓരോ നമ്പറല്ലേ? ഒവ്, നീ വലിയ നമ്പറിന്റെ ആളാണെന്ന് എനിക്കറിയാം. നാളെ ഇതേ നമ്പറുകൾ എനിക്കെതിരെ തിരിച്ചു വരുമോ എന്നാ. ഞാൻ ഇനി ഒന്നിനുമില്ലേ? എങ്ങനെയാ ഞാൻ എന്റെ മനസ്സ് കാണിക്കേണ്ടത്? പിണങ്ങാതെ പൊന്നെ, എന്റെ മനസ്സിലാദ്യം ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടെ പറയുക? ആ പെണ്ണ് നിന്റെ അടുത്ത് വരുമ്പോ എന്റെ ശരീരം ചുട്ടുപൊള്ളാൻ തുടങ്ങും. ഇതേ പൊള്ളലും വിങ്ങലും നീറ്റിലൊക്കെ എനിക്കും ഉണ്ട്. എന്റെ മുന്നിലൂടെയാ നിന്റെ രവിയേട്ടൻ എന്റെ മതി എന്നും പറഞ്ഞ് നടക്കുന്നത്. മറ്റൊരു പുരുഷന്റെ മുറിയിൽ നീ അയാൾക്കൊപ്പം കിടക്കുന്ന ഓർക്കുമ്പോ ഞാൻ ഒരിക്കലില്ലാതായി തീരുന്ന പോലെ തോന്നുന്നു. ഞാനും രവിയേട്ടനും ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു തുടങ്ങിയിട്ടില്ല. നിനക്ക് വിശ്വാസമില്ല എന്നെ? വിശ്വാസമൊക്കെയാ, പക്ഷെ എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും? എന്ത് കാര്യം പറഞ്ഞ് നീ രവിയേട്ടനെ അകറ്റി നിർത്തും? കുട്ടിവണ്ടിയുടെ മുറിയിൽ ഞാൻ തറയിൽ കിടക്കുന്നത് പോലെ നിനക്ക് അയാളിൽ നിന്ന് മാറിക്കിടക്കാൻ പറ്റുമോ? ഒരു ദിവസം അയാൾ ഭർത്താവിൻ്റെ അധികാരം സ്ഥാപിച്ചാൽ പിന്നെ ഞാനിന്ന് ഈ വേഷം കെട്ടിയതിന് വല്ല അർത്ഥമുണ്ടോ? എൻ്റെ ജീവിതവും പോവും, നിന്റെ ജീവിതവും പോവും. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നിന്നെ ഏത് വിധേനെ സ്വന്തമാക്കാൻ വേണ്ടിയാ എൻ്റെ അച്ഛൻ തോറ്റു കാണണമെന്ന വാശി കൊണ്ടാ ഞാൻ ഈ വളഞ്ഞ വഴി തിരഞ്ഞെടുത്തത്. അല്ലാതെ എനിക്ക് തോൽക്കാനല്ല. വയലോരം വീട്ടിലെ രവിചന്ദ്രന്റെ ഭാര്യയായി അയാളുടെ മക്കളെയും പ്രസവിച്ച് ജീവിക്കാനുമല്ല. ഭർത്താവിന്റെ അവകാശം സ്ഥാപിക്കാൻ രവിയേട്ടൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? നീ കണ്ടോ? അച്ചങ്കൊമ്പത്ത് മരമ്പത്ത് കുട്ടിമണി.
മനസ്സിയ കുടുങ്ങി. മനസ്സിയ അവളുടെ ശബ്ദം കേട്ട് ഇനിയിപ്പം വേറെ ആരെങ്കിലും കൂടി ഇറങ്ങി വരും. മനസ്സിയ നിന്നെ ഇവിടെ ഈ നേരത്തെ എനിക്കൊപ്പം കണ്ടാൽ ഇതാ മതി ഞാൻ പറഞ്ഞത്, നമ്മൾ അപകടം വിലക്കെടുക്കുകയാണ്. മനസ്സിയ ഇതെവിടാ പേടിയാ. ഉറക്കൂല്ലേ? കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക്. ആ മതി, നീ എന്ത് ചെയ്യാൻ പോന്നു? കണ്ടു നീ? പാതിരാക്കാവിലെ യക്ഷിയടി ഞാൻ നിന്നെ കൊന്ന് ചോര കുടിക്കാൻ പോവാ. വാ. മോളെ കുട്ടിമണി, മോളെ മോളെ കുട്ടിമണി, മോളെ 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 കുട്ടിമണി, കുട്ടിമണി മോളെ. എന്താ മോളെ പറ്റിയത്? എങ്ങനെയാ കുട്ടിമണി മുറ്റത്ത് വന്നത്? പാതിരാക്കാവിലെ യേശു പോയോ? എന്താ മോളെ? എന്റെ കഴുത്ത് മുറിച്ച് മുഴുവൻ ചോരയും കുറ്റെന്ന് പറഞ്ഞു. കുടിച്ചോ? കുട്ടിമണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മോൾ എന്തോ സ്വപ്നം കണ്ടതാ. അല്ല, ഞാൻ എന്റെ കണ്ണൂന്ന് കണ്ടതാ. 2 യേശു ഉണ്ടായിരുന്നു മുറ്റത്ത്. 2 പേരോ? ആ, ഞാൻ കണ്ടതാ. എന്നെ കണ്ടതേ ആ യേശു ചോര കുടിച്ചാൻ വന്നു. ഒക്കെ മോളുടെ മനസ്സിന്റെ തോന്നലുകളാ. യക്ഷിയും പ്രേതമൊക്കെ കഥകളിലേ ഉള്ളൂ, പിന്നല്ലാതെ. 2 പേരെ കണ്ടുവന്നതൊക്കെ മോളുടെ വെറും തോന്നലാ. രാത്രിയിൽ ഒരു വാഴക്കൈ അനങ്ങിയാലും നമുക്ക് തോന്നും ഒരാൾ അവിടെ നിൽക്കുവാന്ന്. എന്തായാലും ഇന്ന് രാത്രി കുട്ടിമണിയുടെ കൂടെ ഞാൻ കിടക്കാം. അതെന്താ? കുട്ടിമണിയുടെ യക്ഷിക്കഥ കേട്ടപ്പോ കലമോൾക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായോ? സത്യം പറഞ്ഞ അതും ഒരു കാരണമാവും ബാലേട്ടാ. മാത്രമല്ല, കുട്ടിമണിയുടെ മനസ്സിൽ തട്ടിയ പേടി ഇന്ന് തന്നെ പറഞ്ഞ് അത് അലിയിച്ചു കളയണം. അല്ലെങ്കിൽ അത് ഇങ്ങനെ കിടക്കും. എങ്കിൽ പിന്നെ ഞാൻ ഹാളിൽ കിടന്നോളാം. കുട്ടിമണി, നീ എത്ര പ്രേതത്തെ കണ്ടെന്നാ പറഞ്ഞ? 2. കണ്ടിട്ട് എങ്ങനെ ഇരുന്നു അവര്? ഒരു ചെക്കനും മറ്റേത് പെണ്ണും. അത് യക്ഷിയും അവരുടെ ഭർത്താവുമായിരിക്കും. ഇനി കണ്ട നീ തിരിച്ചറിയോ അവരെ? എങ്കിലേ മോള് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതേണ്ടല്ലോ, എന്റെ ശ്വാസം മുട്ടുവാന്ന്. എന്റെ മൂക്ക് എന്റെ അടഞ്ഞിരിക്കുവാ. അത് ചുമ്മാ അലറി വിളിച്ച് കരഞ്ഞിട്ടല്ലേ? കേട്ടല് കേൾക്കുന്നവരുടെ കാതടയുന്നു. പിന്നെ നിന്റെ മൂക്കിന്റെ കാര്യം എന്തോ ആകോ ചേച്ചി പറഞ്ഞ? ഏയ് ഒന്നുമില്ല, നീ ഉറങ്ങാൻ നോക്ക്. ഈ കഴുത്ത് ഞാൻ തടവിത്തരാം. ഞാൻ ഇവിടെ എവിടെ ഇങ്ങനെ എന്നാലും ഓരോരോ കാര്യങ്ങൾ നോക്കണേ. അച്യുതൻ പോയതോടെ വീടിന്റെ ആരൂഢം പോയെന്ന് ഞാൻ ഉറപ്പിച്ചതാ. അല്ല, മരിച്ചതല്ലല്ലോ, കൊന്നതല്ലേ. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? നീ പറ. ദൈവം കൊണ്ടുവന്നതുപോലെ ഒരു ചെക്കനെ
പെണ്ണിന് കിട്ടിയതാ. എന്നിട്ടോ കണ്ടില്ലോ ഇന്നലെ രാത്രിയിലത്തെ പാഞ്ചാലി ഓട്ടം. അവൾ എന്തോ സ്വപ്നം കണ്ട് പേടിച്ചതല്ലേ നാത്തൂനെ? എന്റെ ശാരദേ, നിനക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ന്യായീകരിക്കാനും ആശ്വസിക്കാനും കഴിയും. ആ ചെറുക്കൻ സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നാത്തൂനെ? പെണ്ണിനെ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യഗൗരവമുള്ളവളാക്കി മാറ്റ്, അല്ലെങ്കിൽ പിടിച്ച് നല്ല 4 പെടവെടക്ക്. എന്തായാലും അവളുടെ പേടി മാറാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അമ്പലത്തിൽ നിന്ന് ഒരു ചരട് ജപിച്ച് കെട്ടുകയോ ഭസ്മ ഊതിയിടുവോ എന്തെങ്കിലും. അതൊക്കെ നല്ലതാ. ഞാൻ ഈ പറയുന്നതൊന്നും നിന്റെ മോളോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. നിന്റെ അതേ സങ്കടം എനിക്കും ഉണ്ട് ശാരദേ. സിജനെങ്ങാനും ഇവിടെ ഇട്ടിട്ട് പോയാലത്തെ അവസ്ഥ ഒന്ന് ഓർത്തേ. എങ്ങാനും ഒരു കൊച്ചുകൂടി ഉണ്ടായാൽ ആ ചെറുക്കൊനൊരു മുഷുവുണ്ടാകാതെ പിടിച്ചു നിൽക്കാനും നിർത്താനും നോക്കും. അല്ലെങ്കിലേ ഇത്ര നാളും പെയ്തതൊന്നും ഒരു പെയ്ത്തല്ലെന്ന് തോന്നും. കണ്ണീരിന്റെ ഒരു തുലാ പെയ്ത്ത് തന്നെ ഇരച്ചെഞ്ഞ് വരും. കലമോളെ, എന്താ സീതേച്ചി? ഇത് കലമോളുടെ ചെരുപ്പല്ലേ? ആ അതെ, എന്റെയാ ഇത്. ഇതെങ്ങനെ ഇവിടെ വന്നു? ഞാനും അതാ ആലോചിക്കുന്നെ. ഇനി വല്ല പട്ടിയും കടിച്ചോണ്ടിട്ടതാണോ? വീട്ടിനകത്തുനിന്നോ? അല്ലെങ്കിൽ തന്നെ ഇവിടെങ്ങും അങ്ങനെ ഒരു ശല്യം ഇല്ലല്ലോ. ആ എങ്കി പിന്നെ കുട്ടിമണിയായിരിക്കും. എന്റെ ടാബ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുക്കിയവളല്ലേ അവള്. അവക്കാണോ ഈ ചെരുപ്പ് കൊണ്ട് കളയാൻ പാട്? സീതേച്ചി ഇങ്ങി തന്നേക്ക്. ഇത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു. കുട്ടിമണിക്ക് ഒരു ചരട് ജപിച്ചു കൊടുക്കണമെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി കുട്ടിമണിയുടെയും സിജന്റെയും കൂടെ അമ്പലത്തിലേക്ക് പോവാം. എനിക്ക് രവിയേട്ടന്റെ പേരിൽ ഒരു വഴിപാട് കഴിക്കാനുണ്ടായിരുന്നു. മതിക്ക് രാവിലെ വേറെ എവിടെയോ പോണോന്ന് പറഞ്ഞതല്ലേ? വേറെ എവിടെ പോവാനാ? ഓ, നെറ്റ് ചാർജ് ചെയ്യുന്ന കാര്യം അത് പിന്നെ ആവാലോ. വേണ്ട, ഇപ്പോ കുട്ടിമണിയുടെ കാര്യമല്ലേ അത്യാവശ്യം. ഞാനെന്നാ പെട്ടെന്ന് റെഡിയാവാം. വണ്ടിയൊന്നും വേണ്ട സിജ, നമുക്ക് നടന്നു പോവാം. ഇവിടുന്ന് മിണ്ടിയും പറഞ്ഞു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ. എങ്കിൽ പിന്നെ ഞാനും കൂടി വന്നാലോ? ഒരു ചരട് ജപിക്കാൻ എന്തിനാ വീടടച്ചു പോണത്? കലമോള് കൂട്ടിന് പോട്ടെ. സീതയ്ക്ക് വേണമെങ്കിൽ വൈകിട്ട് പോകാമല്ലോ, അല്ലയോ ശാരദ? ആ അതെ അതെ, സീതേച്ചി ഇനി കുളിച്ചൊരുങ്ങി വരുമ്പോഴേക്കും താമസിക്കും. അതുകൊണ്ടാ. സിജ പെട്ടെന്ന് റെഡി ആവണേ. ഓ പിന്നെ പിന്നെ അതെ, അമ്പലത്തിൽ പോകുമ്പോ പായസം കുച്ചാതെ കിട്ടും. പായസം കിട്ടുമല്ലോ. അമ്പലത്തിൽ പോവാനേ പായസം കിട്ടുമല്ലോ. അമ്പലത്തിൽ മനസ്സിലാവുന്നേ. ആ ഓ, മനസ്സിജാന്ന് വിളിക്കുമ്പോ തേനിട്ട് വീഴുന്ന കണ്ടില്ലേ? സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ സംശയ. അല്ലെങ്കിൽ ഈ പെണ്ണ് ഇങ്ങനെ കയറി ഒട്ടു. ദൈവദോഷം പറയരുത്. നീ അറിയാത്ത, നീ പറയാത്തൊന്നും എനിക്കും കുട്ടുവിനും ഇടയിലില്ല. കുട്ടുവോ? സോറി, കുട്ടിമണി. ഇതൊക്കെ സുഖിപ്പിക്കാൻ അങ്ങ് പറഞ്ഞാ മതി, എന്നോട് വേണ്ട. മതി പ്ലീസ്. നീ എനിക്കൊരു കുപ്പായം തയ്പ്പിച്ചു തന്നു, ഞാനത് ഇടുന്നു. നീ വരച്ച വരയിലൂടെ ഞാൻ നടക്കുന്നു എന്നല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ സന്തോഷത്തോടെ ഒരു കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ച് കഴിയാൻ വേണ്ടിയല്ലേ ഈ ടെൻഷനൊക്കെ എടുത്തത്. എന്നിട്ട് നമ്മൾ തമ്മിൽ വഴക്കിടുക എന്ന് പറഞ്ഞ? ഞാൻ ഈ പറയുന്ന ഒന്നും വഴക്കല്ല, എന്റെ ആദിയാ. ആ ആദിക്ക് പിന്നിൽ എനിക്കുള്ളത് നിന്നോടുള്ള സ്നേഹമാ. പിന്നെ എന്റെ അച്ഛനോടുള്ള പകയും വാശിയും. ഇപ്പൊ എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് കുട്ടിമണിയുടെ സൗന്ദര്യമാണ്. നിന്റെ മനസ്സ് പിടിവിട്ട് പോകുമോന്ന്.
ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കരുത് മതി. നിന്നെ ചതിച്ചിട്ട് എനിക്കൊരു ജീവിതമില്ല. ജീവിതം ഉണ്ടാവത്തുമില്ല. പിന്നെ ഇന്നലെ രാത്രിയിൽ വീട്ടിൽ യക്ഷി കയറിയെന്ന് കേട്ടു, ശരിയാന്ന്? ഓ, അതിനു മുമ്പേ നാട് മുഴുവൻ പാട്ടായോ? സൊസൈറ്റി നിന്നപ്പോ നമ്മുടെ ഗോപിയാ പറഞ്ഞത്. ഏതാ എന്നതാന്ന് വല്ല പിടിയും കിട്ടിയോ? യക്ഷിയോ? പണ്ട് ഇവിടെ ആറ്റിച്ചാടി ചത്ത ഒരുത്തി ഉണ്ടായിരുന്നു, ഒരു ചാമള. മൂർക്കന്നൂർ ഭട്ടതിരി വന്ന് ബന്ധിച്ച് കാഞ്ഞിരത്തിൽ തറച്ചതാ. അവള് പിന്നെ ഇറങ്ങിയതാണോ? കണ്ടാലെങ്ങനെ? അതിന് കുട്ടിമണിയല്ലേ കണ്ടത്? കണ്ട പാടെ ബോധം കെട്ടു വീണു. ഇപ്പൊ ചരട് ജപിച്ച് കെട്ടാൻ പോവാ. അത് കൊള്ളാം. ഇനിയിപ്പോ ഇറങ്ങിയതേ ശ്യാമളയാണെങ്കിൽ ഇനി മുതുപാതിരയ്ക്ക് ആറ്റുകടവിൽ തുണി അഴക്കുന്ന ശബ്ദം കേൾക്കാം. മിക്കവാറും ഒരു പിരിവ് വേണ്ടി വരും. എന്തിന്? എന്തുവാ ഈ പറയുന്നേ? യക്ഷിയെ തറയ്ക്കാൻ പൂജ വേണ്ടായോ? ഭയങ്കര ചെലവല്ലയോ? അപ്പൊ പിന്നെ കാണാം. സത്യം പറഞ്ഞ ഇന്നലെ കുടുങ്ങി തന്നെ ഞാൻ കരുതിയേ. സീതേച്ചിക്ക് എന്തോ സംശയം ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക്. എന്റെ ചെരുപ്പ് മുറ്റത്തുനിന്നല്ലേ കിട്ടിയത്. അതെങ്ങനെ മുറ്റത്ത് വന്നു എന്നൊരു ചോദ്യവും നോട്ടവും. അയ്യോ, കുഴപ്പമില്ല.